ഇസ്രയേലിൽ നിന്നുള്ള ഒരു സാധാരണ 22 വയസ്സുകാരനായ യോസി ഗിർസ്ബർഗിന്റെ ജീവിതം സാഹസികതയും അവിശ്വസനീയമായ അതിജീവനം കൊണ്ട് അടയാളപ്പെടുത്തിയതാണ്. 1981 സൈനിക സേവനം പൂർത്തിയാക്കിയ ശേഷം ലോകം ചുറ്റിക്കാണാനും ജീവിതത്തിന്റെ ആഴമേറിയ അർത്ഥം കണ്ടെത്താനും ആഗ്രഹിച്ച യുവത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഹെൻറി ചാലിയുടെ പാപ്പിലോൺ എന്ന പുസ്തകം മനസ്സിൽ നിറച്ച സാഹസികതയുടെ തീവ്രതയിൽ അദ്ദേഹം ലക്ഷ്യസ്ഥാനമായി തിരഞ്ഞെടുത്തത് ലോകത്തിലെ ഏറ്റവും നിഗൂഢവും അപകടകരവുമായ പ്രദേശമായ ആമസോൺ മഴക്കാടുകളെയാണ്. ബൊളീവിയൻ ആമസോണിന്റെ അഗാധതയിൽ 20 ദിവസക്കാലം അദ്ദേഹം അനുഭവിച്ച ഒറ്റപ്പെടലും പോരാട്ടവും മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ അതിജീവന ശേഷിയുടെയും ഏറ്റവും ശക്തമായ പ്രതീകമാണ്. ബൊളീവിയയിലെ ലാ പാസിൽ എത്തിയ യോസിക്ക് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള അധ്യാപകനായ മർക്കസ് ടാം, അമേരിക്കൻ ഫോട്ടോഗ്രാഫറായ കെവിൻ ഗെയിൽ എന്നിവരുമായി സൗഹൃദത്തിലായി. ഈ സൗഹൃദ സംഘത്തിലേക്ക് ഒരു നിഗൂഢതയുടെ മൂടുപടമിട്ട് കടന്നുവന്ന വ്യക്തിയായിരുന്നു കാൾ റുപ്രച്ചർ. താനൊരു ഓസ്ട്രേലിയൻ ഭൂമിശാസ്ത്രജ്ഞനാണെന്ന് പരിചയപ്പെടുത്തിയ കാൾ ലോകമറിയാത്ത രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു സ്വപ്നം അവർക്ക് മുന്നിൽ വെച്ചു. ആമസോൺ കാടിന്റെ അഗാധതയിൽ ഒളിപ്പിച്ചു വെച്ച സ്വർണ്ണ നിക്ഷേപവും അജ്ഞാത ഗോത്രവർഗം താമസിക്കുന്ന രഹസ്യ ഗ്രാമവും. സാഹസികതയുടെ തീവ്രമായ അധിനിവേശത്തിൽ യോസിക്ക് കാളിന്റെ വാക്കുകൾ വലിയ പ്രചോദനമായി. മാർക്കസിനും കെവിനും ആദ്യം സംശയമുണ്ടായിരുന്നെങ്കിലും സ്വർണത്തെക്കുറിച്ചുള്ള മോഹവും സാഹസികതയുടെ ആകർഷണവും അവരെ കാളിനൊപ്പം ചേരാൻ പ്രേരിപ്പിച്ചു. 4 പേരും വിമാനമാർഗം അപ്പോളോ എന്ന ചെറിയ പട്ടണത്തിലേക്കും അവിടെ നിന്ന് ട്യൂച്ചി നദിക്ക് സമീപമുള്ള അസാരിയമാസ് എന്ന ഗ്രാമത്തിലേക്കും എത്തി. ആദ്യ ദിവസങ്ങളിൽ യാത്ര പ്രതീക്ഷ നൽകുന്നതായിരുന്നു. കാടിന്റെ വന്യ സൗന്ദര്യവും വർണ്ണഭമായ പക്ഷികൾ, ഹൃദ്യമായ മണ്ണിന്റെ ഗന്ധം എന്നിവ യോസിയെ ആവേശഭരിതനാക്കി. എന്നാൽ ഈ സൗന്ദര്യത്തിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദിവസങ്ങൾ കഴിയുന്തോറും യാത്ര ദുഷ്കരമായി മാറി. മാർക്കസ് ടാം യാത്രയുടെ കഷ്ടപ്പാടുകളിൽ തളർന്നു. അദ്ദേഹത്തിന് കാൽമുട്ട് വേദന വരികയും കാലിൽ വ്രണങ്ങൾ വന്ന് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. ഇതിനിടയിലാണ് കാൾ റുപ്രച്ചറുടെ വഞ്ചന വെളിച്ചത്തായത്. താനൊരു ഭൂമിശാസ്ത്രജ്ഞനല്ലെന്നും ആമസോൺ യാത്രയിൽ യാതൊരു മുൻപരിചയമില്ലാത്തൊരു ഭാഗ്യാന്വേഷകൻ മാത്രമാണെന്നും കാൾ സമ്മതിച്ചു. ഇത് സംഘർഷങ്ങൾക്കിടയിൽ പരസ്പര വിശ്വാസം പൂർണ്ണമായും തകർത്തു. സ്വർണത്തെക്കുറിച്ചുള്ള കാളിന്റെ കഥ കെട്ടിച്ചമച്ചതാണെന്നും കാടിന്റെ ഉള്ളിലേക്ക് പോവുകയെന്നത് ആത്മഹത്യാപരമാണെന്നും അവർക്ക് ബോധ്യമായി. ലക്ഷ്യത്തെക്കുറിച്ചും മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു. 4 പേർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ബോധ്യമായതോടെ അവർ പിരിയാൻ തീരുമാനിച്ചു. കാൾ റുപ്രച്ചറും മാർക്കസ് ടാമും കാൽനടയായി അപ്പോളോയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഒരു താൽക്കാലിക തടിച്ചങ്ങാടം ഉണ്ടാക്കി ട്യൂച്ചി നദിയിലൂടെ താഴേക്ക് യാത്ര തുടരാൻ തീരുമാനിച്ചു. ലാപാസിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാമെന്ന് വാക്ക് നൽകിയാണ് 4 പേരും വേർപിരിഞ്ഞത്. യോസിയും കെവിനും തങ്ങളുടെ ചങ്ങാടത്തിൽ ട്യൂച്ചി നദിയിലേക്കുള്ള യാത്ര തുടങ്ങി. എന്നാൽ അവരുടെ സാഹസികതയ്ക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. നദിയിലെ ഒഴുക്ക് വർദ്ധിക്കുകയും ചെങ്ങാടത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്തു. പെട്ടെന്നൊരു ശക്തമായ വെള്ളച്ചാട്ടത്തിനരികിൽ ചെങ്ങാടം എത്തിച്ചേർന്നു. രക്ഷപ്പെടാൻ വഴിയില്ലാതെ വന്നപ്പോൾ കെവിൻ ജീവൻ രക്ഷിക്കാൻ നദിയിലേക്ക് ചാടി നീന്തി കരപറ്റാൻ ശ്രമിച്ചു. എന്നാൽ യോസിക്ക് തകർന്നു പോയ മരം കൊണ്ടുള്ള ആ ചെങ്ങാടത്തിൽ നിന്ന് ചാടാൻ കഴിഞ്ഞില്ല. നിമിഷങ്ങൾക്കകം ചെങ്ങാടം തകർന്ന് യോസി വെള്ളച്ചാട്ടത്തിലേക്ക് പതിച്ചു. നദിയിലെ പ്രക്ഷുബ്ധമായ ചുഴികളിൽ കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ അദ്ദേഹം ബോധരഹിതനായി ഒരു മരക്കൊമ്പിൽ തങ്ങി. ബോധം വീണ്ടെടുത്തപ്പോൾ യോസി ഭീകരമായ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറന്നു. താൻ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നു. കൈവശം കത്തിയോ ഭൂപടമോ ഭക്ഷണ സാധനങ്ങളോ ഉണ്ടായിരുന്നില്ല. കാടിന്റെ അഗാധതയിൽ എവിടെയാണ് താനെന്ന് പോലും അറിയാത്ത അവസ്ഥ. കെവിനെ കണ്ടെത്താൻ കഴിയാതെ അദ്ദേഹം നദിക്കരയിലൂടെ 4 ദിവസം നടന്നു. കെവിൻ ദൂരെ എവിടെയോ മറഞ്ഞിരുന്നു. താൻ ഒരു ഭീകരമായ കാട്ടിൽ തനിച്ചായി എന്ന് യോസിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ സാഹസിക സ്വപ്നം ഒരു മരണക്കെണിയായി രൂപാന്തരപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആമസോൺ വനത്തിൽ യോസി നേരിട്ടത് മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിനും അപ്പുറമുള്ള പരീക്ഷണങ്ങളായിരുന്നു. ഭക്ഷണത്തിന്റെ അഭാവം യോസിയെ മാനസികമായി തളർത്തി. കാട്ടിൽ നിന്നും കഴിക്കാൻ കൊള്ളുന്ന പഴങ്ങളോ വേരുകളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിശപ്പ് ഭ്രാന്തമായപ്പോൾ അദ്ദേഹം കിളികളുടെ മുട്ടകളും നിലത്ത് വീണ ചീഞ്ഞ പഴങ്ങളുമെല്ലാം കഴിച്ച് വിശപ്പടക്കി. പല ദിവസങ്ങളിലും ഭക്ഷണം കിട്ടാതെ വിശന്ന് തളർന്നു. വിശപ്പിന്റെയും ഒറ്റപ്പെടലിന്റെയും അങ്ങേയറ്റത്തെ അവസ്ഥയിൽ അദ്ദേഹം പലപ്പോഴും മിഥ്യാധാരണയിൽ അടിമപ്പെട്ടു. തന്നോട് സംസാരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചും സ്വപ്നത്തിൽ കണ്ട ഒരു പെൺകുട്ടിയെക്കുറിച്ചും എല്ലാം അദ്ദേഹം ഭ്രാന്തമായി ചിന്തിച്ചു. യോസിയുടെ ശരീരം മുഴുവൻ ഉറുമ്പുകളും ചിതലുകളും ആക്രമിച്ചു. കാലുകൾ ഫംഗസ് ബാധിച്ച് പഴുത്തു. അത് ചീഞ്ഞ മാംസം പോലെ വേദന കൊണ്ട് പൊളഞ്ഞു. ഇതിനിടയിൽ പുലി പോലുള്ള വന്യമൃഗങ്ങളുടെ ഭീഷണിയും ഉണ്ടായി. ഒരു ദിവസം പുലിയെ കണ്ടപ്പോൾ ജീവൻ രക്ഷിക്കാൻ കൈവശമുണ്ടായിരുന്ന അവസാനത്തെ തീപ്പെട്ടിക്കോൽ അതിന്റെ നേർക്കെറിഞ്ഞാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അതിശക്തമായ മഴയിൽ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി. വെള്ളം ഇരച്ചു കയറി താൽക്കാലിക ഷെൽട്ടർ നശിച്ചു. ഒരു പ്രളയത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയ അദ്ദേഹം കഷ്ടിച്ചൊരു മരത്തിൽ പിടിച്ചു കയറി രക്ഷപ്പെട്ടു. ഏറ്റവും ഭീകരമായത് ചെളി നിറഞ്ഞ ചതിപ്പുകളായിരുന്നു. 2 തവണ ചെളിയിൽ താണുപോയ യോസി അതിൽ നിന്ന് പുറത്തു വരാൻ നടത്തിയ പോരാട്ടം അവിശ്വസനീയമാണ്.
മരണത്തോടടുത്ത് പല നിമിഷങ്ങളിലും യോസിക്ക് പ്രതീക്ഷ നഷ്ടമായി. എങ്കിലും തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തയും ജീവിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹവും അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. അദ്ദേഹം തളർന്നുപോയ ഓരോ നിമിഷത്തിലും ഞാൻ മരിക്കില്ല എന്ന് സ്വയം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. മനുഷ്യന്റെ ആന്തരിക ശക്തിയുടെ പ്രകടനം അവിടെ ലോകം കണ്ടു. യോസിയുടെ കഥയിലെ യഥാർത്ഥ അത്ഭുതം സംഭവിച്ചത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിലാണ്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കെവിൻ ഗെയിലിനെ ഒരു കൂട്ടം നാട്ടുകാർ കണ്ടെത്തി റുനേന ബാക്വാലിലേക്ക് കൊണ്ടുപോയിരുന്നു. എല്ലാവരും യോസി മരിച്ചുവെന്ന് വിശ്വസിച്ചപ്പോഴും കെവിൻ ഉറച്ചു വിശ്വസിച്ചു. യോസി ജീവനോടെയുണ്ട്. ഒരു പ്രാദേശിക ഗൈഡിന്റെ സഹായത്തോടെ കെവിൻ വീണ്ടും ആമസോണിലേക്ക് യോസി തിരഞ്ഞുപോയി. 3 ദിവസത്തെ തിരച്ചിൽ വിഫലമായി. 4-ാം ദിവസം നദിക്കരയിൽ നിന്ന് യോസിയുടെ ദുർബലമായ ശബ്ദം അവൻ കേട്ടു. കെവിൻ യോസി എന്ന് ആവർത്തിച്ചു വിളിച്ചു. ആമസോൺ കാടിന്റെ നിശബ്ദതയിൽ ആ വിളി യോസിയുടെ ചെവിയിലെത്തി. യോസി അവസാനത്തെ ശബ്ദമെടുത്ത് തിരികെ വിളിച്ചു. കെവിൻ ഓടിയെത്തപ്പോൾ യോസി തീർത്തും അവശനായിരുന്നു. ക്ഷീണിച്ചും പട്ടിണി കിടന്നും അണുബാധയേറ്റും ഒരു അസ്ഥികൂടം പോലെയായിരുന്നു ആ ശരീരം. യോസിയെ രക്ഷപ്പെടുത്തി റുനേബാക്വയിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി 3 മാസത്തെ തീവ്ര ചികിത്സയിലൂടെയാണ് അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. കാൾ റുപ്പർച്ചറിനെയോ മാർക്കസ് ടാമിനെയോ പിന്നീട് ആരും കണ്ടിട്ടില്ല. യോസിയുടെ ആമസോൺ അതിജീവനം കേവലം ഒരു സാഹസിക കഥയായിരുന്നില്ല. അത് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും പ്രതീക്ഷ കൈവിടാത്ത മനസ്സിന്റെയും കഥയായിരുന്നു. പ്രതിസന്ധികളെ നേരിടുമ്പോൾ ശരീരം തളർന്നാലും മനസ്സ് കീഴടങ്ങരുതെന്ന വലിയ സന്ദേശമാണ് ഈ കഥ ലോകത്തിന് നൽകിയത്. ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ യോസി പിന്നീട് ആമസോണിലേക്ക് തിരിച്ചു പോവുകയും തന്നെ രക്ഷിക്കാൻ സഹായിച്ച തദ്ദേശീയ സമൂഹത്തെ സഹായിക്കുകയും ചെയ്തു. ആമസോൺ വനത്തിന്റെ സംരക്ഷണത്തിലും അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ അവകാശങ്ങൾക്കും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെക്കുറിച്ച് നാം അറിയുന്നില്ല എന്ന് യോസി പിന്നീട് ലോകത്തോട് പറഞ്ഞു. കാടിന്റെ വന്യതയിൽ ഒറ്റപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട ആ 20 ദിവസങ്ങൾ യോസി ഗിഡ്സ്ബർഗിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഒരു സാഹസിക സഞ്ചാരിയിൽ നിന്ന് അദ്ദേഹം പ്രകൃതിയുടെയും തദ്ദേശ സമൂഹത്തിന്റെയും സംരക്ഷകനായി മാറി. അദ്ദേഹത്തിന്റെ ഈ അനുഭവകഥ ജംഗിൾ എന്ന പേരിൽ സിനിമയാവുകയും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിക്കുകയും ചെയ്തു.